സേമിയ വെച്ചിട്ട് സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? നമ്മുടെ സെയിം ഉപ്മാവിൻ്റെ പോലെ തന്നെയാണ് ഉണ്ടാക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, ഇഞ്ചി, കടുക്, വെളിച്ചെണ്ണ, നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യും കൂടി ഉപയോഗിക്കാം കേട്ടോ. പിന്നെ സേമിയ. ഇത്രയുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ കടുക്, കരിവേപ്പില ഒക്കെ പൊട്ടിച്ചെടുത്തിട്ട് എണ്ണയിൽ പൊട്ടിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ഇഞ്ചി, സവാള, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. ഈ തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ സേമിയൻ ആഡ് ചെയ്യുന്നത്. സേമിയൻ ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ റെഡിമെയ്ഡായിട്ട് വറുത്തിട്ടുള്ള സേമിയൻ തന്നെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് അതാണെങ്കിൽ ഒന്നുകൂടി ബെറ്ററാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രൗൺ ആയിട്ട് മാറൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് നമ്മുടെ സേമിയനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സേമിയനും ആഡ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ കുട്ടികൾക്കാണ് ന്യൂഡിൽസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരിത് ന്യൂഡിൽസ് ആണെന്നുള്ള രീതിയിൽ അവർ കഴിക്കും. കാരണം ഇതിൻ്റെ ഒരു ടെക്സ്ചർ അങ്ങനെയാണല്ലോ. അതുപോലെ തന്നെ നമുക്ക് കുറച്ചൊക്കെ വെജിറ്റബിൾസ് മക്കൾക്ക് കൊടുക്കാനും ഒരു മാർഗ്ഗം കൂടിയാണ് ഈ ഒരു ഉപ്മാവ്. കാരണം നമ്മളിതിൽ അധികം ക്യാരറ്റ് അതുപോലുള്ള വെജിറ്റബിൾസ് ഒന്നുകൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്ററാണ്.